നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ഒരു കിടിലൻ ടീമുമായിട്ട് വന്നിട്ട് ക്വാർട്ടർ ഫൈനൽ പോലും കാണാൻ പറ്റാതെ മടങ്ങിപ്പോയ ടീമാണല്ലോ പോർച്ചുഗൽ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കണക്കെടുപ്പിൻ്റെ സമയമാണ് പോർച്ചുഗലിൽ. ഏതൊക്കെ താരങ്ങൾ നന്നായി കളിച്ചു, ഏതൊക്കെ താരങ്ങൾ മോശമായി കളിച്ചു. ഇപ്പം അവിടുത്തെ പ്രസ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൊന്ന് എബോല ഓരോ താരങ്ങൾക്കും, ടീമിലെ ഓരോ താരങ്ങൾക്കും ഒരു റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അവരുടെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഇതിപ്പോൾ ഏറ്റവും മോശം പ്രകടനം നടത്തിയത് ആരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിന് കിട്ടും. നമ്മളത് നോക്കുകയാണ്. ഗോൾ കീപ്പർ ഡിയേഗോ കോസ്റ്റയ്ക്ക് അവർ കൊടുക്കുന്ന റേറ്റിംഗ് 6.6 സ്കോട്ട്ലൻഡായിരുന്ന മറ്റ് ഗോൾ കീപ്പർമാർ ഹോസെ സായും സിൽവയുമാണ്. രണ്ടുപേരും കളിക്കാൻ ഇറങ്ങാത്തത് കൊണ്ട് അവർക്ക് റേറ്റിംഗ് ഇല്ല. പിന്നെ ജാവോ കൻസേലോ, അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് 5.6. ഡാലോട്ട് റേറ്റിംഗ് 5.5. റൂബൻ ഡയസ് റേറ്റിംഗ് 6. റെനാറ്റോ വൈഗ റേറ്റിംഗ് 6. ന്യൂനോ മെൻഡസ് 6.4. നെൽസൺ സെമെഡോക്ക് കൊടുത്തത് 5.5. അറൗഹോയുടെ റേറ്റിംഗ് 5. ഇനാസിയോയുടെ ഇനാസിയോക്ക് റേറ്റിംഗ് കൊടുത്തിട്ടില്ല. ന്യൂനസിനും റേറ്റിംഗ് ഇല്ല. റൂബൻ നെവസിന് റേറ്റിംഗ് 5. സാമു കോസ്റ്റയുടെ റേറ്റിംഗ് 4. ഏറ്റവും താഴ്ന്ന റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത് സാമു കോസ്റ്റയ്ക്കാണ്. പിന്നെ ജാവോ നെവസ്, അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് 6.2. വിറ്റിജിയുടെ റേറ്റിംഗ് 5.2. ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ റേറ്റിംഗ് 6. ബെർണാഡോ സിൽവയ്ക്ക് കൊടുത്ത റേറ്റിംഗ് 5.3 ആണെങ്കിൽ ഫ്രാൻസിസ്കോ ട്രിങ്കാവോയുടെ റേറ്റിംഗ് 5. ജാവോ ഫെലിക്സിൻ്റെ റേറ്റിംഗ് 6.3. പെഡ്രോ നെറ്റോയുടെ റേറ്റിംഗ് 5.8. റാഫേൽ ലിയാവോയുടെ റേറ്റിംഗ് 5.6. ഫ്രാൻസിസ്കോ കോൺസിസാവോയുടെ റേറ്റിംഗ് 5.8. ഗോൺസാലോ ഗുയിഡസിന് റേറ്റിംഗ് ഇല്ല. റാമോസിന് 7. ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് 5.4. അപ്പം ഒരു ആവറേജ് പെർഫോമൻസാണ് മിക്ക താരങ്ങളുടെയും കാര്യത്തിലുള്ളത്. 5 മുകളിൽ റേറ്റിംഗ് തന്നെ വളരെ ചുരുക്കം എന്ന് പറഞ്ഞാൽ 3 പേർക്കാണ് 5 മുകളിൽ റേറ്റിംഗ് കൊടുത്തത്. 4 പേർക്ക്, ഗോൾ കീപ്പർ അടക്കം 4 പേർക്ക്. ഡിയേഗോ കോസ്റ്റ 6.6, അദ്ദേഹം നല്ല പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. ന്യൂനോ മെൻഡസ് ഭേദപ്പെട്ട പ്രകടനം നടത്തിയിട്ടുണ്ട്, 6 മുകളിൽ റേറ്റിംഗ് 6.4. ജാവോ ഫെലിക്സ് മോശമല്ല, അദ്ദേഹത്തിന് 6.3. പിന്നെ 7 റേറ്റിംഗ് ഒക്കെ ഒരേ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ, അത് ഗോൺസാലോ റാമോസിനാണ് 7 റേറ്റിംഗ്. ഈ ബ്രൂണോ ഫെർണാണ്ടസിനും റൂബൻ ഡയസിനും 6 റേറ്റിംഗും ഉണ്ട്. കാര്യം വളരെ വ്യക്തമാണ്. പകുതിയിലധികം താരങ്ങളും ആവറേജിനും താഴെയുള്ള പെർഫോമൻസാണ് നടത്തിയത്. ആവറേജിന് മുകളിൽ ഒരു പെർഫോമൻസ് ഒരേ ഒരാളേ ഉള്ളൂ, ഗോൺസാലോ റാമോസ്. അദ്ദേഹം കിട്ടിയ അവസരത്തിൽ ഗോളൊക്കെ അടിച്ചു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സുപ്രധാനമായ മത്സരത്തിൽ അദ്ദേഹത്തെ ബെഞ്ചിലിരുത്തിയാണ് കോച്ച് ചെയ്തത്. ഒരു നിമിഷം പോലും കളിക്കളത്തിലേക്ക് ഇറക്കിയില്ല. തീർച്ചയായിട്ടും കോച്ചിനൊരു റേറ്റിംഗ് കൊടുത്താൽ എത്ര ഉണ്ടാവും? 3 അല്ലെങ്കിൽ 2. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സിൽ എത്താം.